ആയിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് കുറേ കാലമായിരുന്നേ. അപ്പം എന്തായാലും സ്കൂളോടൊപ്പിന് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സ്കൂളും തുറന്ന് ഓണവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. എൻ്റെ പൊന്നെ, എനിക്ക് പേടിയാണത്. വേറെ ഇങ്ങോട്ടുമല്ല നമ്മൾ പോയത്, നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്കും പാർക്കിലേക്കും ഒക്കെയാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ ആ ക്രോസ് അടച്ചിരിക്കുമായിരുന്നു. അപ്പം അവന്മാർക്ക് ഭയങ്കര ഒരു ആഗ്രഹം, വളരെ അടുത്ത് നിന്ന് ട്രെയിൻ കാണണമെന്ന്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുമാണ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് കുറേ മാറി നിന്ന് അച്ചാച്ചനും മക്കളും കൂടെ അടുത്ത് നിന്നും ട്രെയിൻ കണ്ടു കേട്ടോ. ഞാൻ കുറച്ചധികം പേടിച്ചിട്ടാണ് മാറുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ അടുത്തൊക്കെ ട്രെയിൻ കാണുന്നതൊക്കെ പേടിയാണ്. എനിക്ക് അതിൻ്റെ വീല് കാണുമ്പോൾ തന്നെ പേടി വരും. എന്തായാലും അവർ 2 പേരും 3 പേരും നല്ല ധൈര്യത്തിലാണ് നിന്ന് അതെല്ലാം കണ്ടത്. അവന്മാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടത്തോടെ നിന്ന് ട്രെയിൻ കാണുന്ന 3 പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. കാരണം എന്തായാലും അവർ ഭയങ്കരമായിട്ട് ആ ട്രെയിനെ, ആ യാത്രയെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലേക്കാണ് വിട്ടത്. അവിടെ ചെന്നപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, 2 പേരും ഇങ്ങനെ അഴിച്ചു വിട്ട കുതിരകളെ പോലെ ഓടുമായിരുന്നു. ഞാൻ ഏത് റൈഡിൽ കയറണമെന്ന് അവന്മാർക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവന്മാർ ഒരെണ്ണത്തെ കയറി അടുത്തതേ കയറി അങ്ങനെ 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 ഒന്നിലും ഒരു സ്ഥിരതയില്ലാതെ ഓടി നടക്കുമായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്മാർക്ക് ഓടി നടന്ന് കയറാൻ മാത്രം സ്പേസ് ഉണ്ടായിരുന്നു എല്ലാ റൈഡിലും. അത്ര തന്നെ അവന്മാർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒരെണ്ണത്തിൽ കയറിയിട്ട് പിന്നെ അടുത്തതിൽ കയറി, പിന്നെ അടുത്തതിൽ കയറി. ഇതാ ഒരുത്തൻ്റെ കളി കണ്ടില്ലേ, അവൻ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ കയറാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം അവൻ ഇങ്ങനത്തെ പരിപാടിയെ വീട്ടിലും കാണിക്കാറ്. ഒരാളിവിടെ നല്ല ഊഞ്ഞാലാട്ടമാണ്. അപ്പോൾ ഇവൻ ഇതിലോട്ട് അതിലേക്ക് കയറി കഴിഞ്ഞ് അതിൽ പകുതിയാക്കി തന്നെ ഇതിലേക്ക് അങ്ങനെ അങ്ങനെ ഓരോ സാധനത്തിലും കയറി 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 നിന്ന സമയത്ത് ഒരാൾ ചേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് തന്നെ ഒരു പരിപാടി ചെയ്യാൻ നോക്കിയേ. പക്ഷേ ആളിനത് സാധിക്കുന്നുണ്ടായിരുന്നില്ലേ. മുകളിലെത്തിയപ്പോഴേക്കും മമ്മി മമ്മി എന്നും പറഞ്ഞ് പേടിച്ചൊറ്റ കരച്ചിലായിരുന്നേ. പിന്നെ ഞാൻ ഒരുവിധം അവനെ താഴെ ഇറക്കിയപ്പോഴേക്കും മറ്റവൻ വന്ന് ഇങ്ങനെയാണ് കയറേണ്ടതെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. അപ്പം ഇവൻ ചെയ്യുന്ന പോലെയൊക്കെ അവന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടുന്ന് വലിയൊരു റൈഡ് കണ്ടപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിയേ. അപ്പോൾ ഇവർക്ക് ഈ 2 പേർക്ക് ഇങ്ങനെ കമ്പിയൊക്കെ വളച്ച് മേളിലൊക്കെ വെച്ചിരിക്കുന്നതൊക്കെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിൽ കയറിയപ്പോഴേക്കും ഈ ആൾക്ക് അത് അവിടെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമമായേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൊടുക്കുക അത് അവിടെ ചെറുതുണ്ട്, അവിടെ പോയി കയറാമെന്ന്. അങ്ങനെ അവൻ കയറി ഇറങ്ങിയതുപോലെ ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിഷമിച്ച് താഴോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. ഇവൻ ഇങ്ങനെ പോലെ ഇരിക്കുന്നതിലേക്ക് വളഞ്ഞ് കയറാനായിട്ട് ഇളയവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ചേട്ടൻ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുവാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ 2 പേരും കൂടെ കയറി ഇറങ്ങി. സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഞാൻ കുഴഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2 പേരുടെയും കയറ്റവും ഇറക്കവും ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ 2 പേരും മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടെ ഊഞ്ഞാൽ കണ്ടപ്പോഴേക്കും അവൻ അങ്ങോട്ടേക്ക് ഓടി. അവൻ ഇത് പറ്റുന്ന പണിയില്ലെന്ന് തോന്നിക്കാണുവേ. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റവനും ഒറ്റ ഓട്ടം കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവനെ ആട്ടിയൊക്കെ കൊടുത്തു ഊഞ്ഞാലിലെ. ചേട്ടൻ്റെ ഭയങ്കര കെയറിങ്. അങ്ങനെ പിന്നെ ഊഞ്ഞാലൊക്കെ ആടി 2 പേരും ഹാപ്പി ആയിട്ടിരുന്നേ. അപ്പോൾ എന്തായാലും ഇഹാങ്കൂട്ടൻ്റെ പരാതി തീർക്കാൻ വേണ്ടി ഇവാങ്കൂട്ടനും ഊഞ്ഞാലിലാടിക്കൊണ്ടിരുന്നേ. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പറ്റി. അങ്ങനെ ഞാനും അവിടെ 2 പേരുടെ ഊഞ്ഞാലാട്ടം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. കണ്ടോ, അപ്പുറത്ത് കൂടെ കയറി വരേണ്ട സാധനത്തിൽ അവൾ ഇപ്പുറത്ത് കൂടിയാണ് കയറി വരുന്നത്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പം എന്തായാലും തലതിരിഞ്ഞാണ് ഇവന്മാരെ കാണിക്കത്തുള്ളല്ലോ. അപ്പോൾ വേറെ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറയാം. അങ്ങനെ പിന്നെ 2 പേരും കൂടെ അതിൽ കയറി ഇഴുകി കളിച്ച് അവിടെ കുറേ സമയം നിന്നേ. അപ്പോൾ വേറൊരു കുട്ടിയും കൂടെ വന്നേ. അങ്ങനെ പിന്നെ 3 പേരും കൂടെ ആയി എഴുകി കളിക്കൽ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് പോയത്. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു. പിന്നെ അതിൽ കയറണമെന്നായി വാശിയും ബഹളവും എല്ലാം. അങ്ങനെ പിന്നെ ആ വണ്ടിയിലും ഒക്കെ കയറി അങ്ങനെ ഓടിച്ചോടിച്ച് നടന്നേ. ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയുമോ എന്ന്. കാരണം അതിൽ കയറിയിട്ട് അവൻ ഒട്ടും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ അത് ഓടിച്ച് തന്നെ നടക്കണം. അതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈം കഴിയുമ്പോൾ അവർ നമ്മളെ ഇറക്കും. അത് പറഞ്ഞാൽ അവന് മനസ്സിലാവുമോ? അവനത് മനസ്സിലാകത്തില്ല. അങ്ങനെ പിന്നെ ഒരുവിധം അവനെ അതിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ശരിക്കും പാടുപെട്ടെ. അങ്ങനെ അവൻ അതൊക്കെ ഓടിച്ച് ഹാപ്പി ആയിട്ട് നിന്നപ്പോഴാണ് അടുത്തവന് വേറെ ഒരാളെ ഇതിൽ കയറ്റി അടുത്താളെ വേറൊരു സാധനത്തിൽ കയറ്റി. പക്ഷേ ഇതായിരുന്നു അവസ്ഥ. ചേട്ടൻ കയറിയതാ ഈ സംഭവത്തിൽ കയറണമെന്ന് പറഞ്ഞായിരുന്നു അവന് വാശി. അവൻ ഇത് ഓടിക്കാൻ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവൻ കുഞ്ഞല്ലേ. അവനിതിങ്ങനെ കറക്കി വെള്ളത്തിലൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ അവനെ ഇതിൽ കയറ്റിയില്ലേ. അതിൻ്റെ വാശിയായിരുന്നു ഇതിനു മുമ്പ് കണ്ടത്. അവൻ അതിൽ കയറണമെന്ന് പറഞ്ഞുള്ള വാശിയായിരുന്നേ. കാരണം ഈ വെള്ളമൊക്കെ നിറച്ചതിലൊക്കെ കയറാനും ഇറക്കാനൊക്കെ എനിക്ക് പേടിയായിരുന്നു, അവൻ കുഞ്ഞായതുകൊണ്ട്. അങ്ങനെ ചേട്ടൻ ഇതിലിങ്ങനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അയാൾക്ക് ഭയങ്കര വിഷമം.
അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചേട്ടൻ ഇവിടെ വെള്ളത്തിൽ കിടന്ന നല്ല തിമിർപ്പായിരുന്നേ. കാരണം ചേട്ടന് ഭയങ്കര ആശ്വാസമായി ഇതിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ, ഭയങ്കര സന്തോഷമായി അവനെ. അങ്ങനെ അവൻ അതും വെള്ളത്തിൽ കറക്കി ഇങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് നടന്നപ്പോഴേക്കും വേറൊരാളിതാ ആ ദൂരെ മാറി ഇങ്ങനെ കാത്തിരിപ്പുണ്ടായിരുന്നു, ഭയങ്കര വിഷമമായിട്ട് കേട്ടോ. അപ്പോൾ ഇവർ 2-3 പേരാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ബോട്ട് ഓടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ അവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചത് ഇല്ലേ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരാളുടെ ഇവിടെ പിണങ്ങിയിരിക്കുന്നു ഗൈസ്, മാറിയിരിക്കുന്നു കേസ്. ഒരാളിവിടെ മാറി പിണങ്ങിയിരിക്കുകയാണ് ഗേസ്. ഒരാളിവിടെ പിണങ്ങിയിരിക്കുകയാണ്. അയാൾക്ക് ഇനിയും ഒരേ സാധനത്തിൽ കയറണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് കാത്തിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ് ഗൈസ് എൻ്റെ പൊന്നിക്കിളി. അപ്പോൾ എൻ്റെ മമ്മി എൻ്റെ പൊന്നിക്കിളിക്ക് 2 കോളിഫ്ലവർ ബജ്ജി മേച്ച് വെക്കും, 2 കോളിഫ്ലവർ ബജ്ജി മേച്ച് വെക്കും, 2 കോളിഫ്ലവർ ബജ്ജി. അത് കേടായത് കൊണ്ടല്ലേ അല്ലേ മമ്മി കയറ്റുമല്ല, കേടായ സാധനം ആയതുകൊണ്ടല്ലേ കുഞ്ഞിനെ നല്ല സൂപ്പർ റൈഡിൽ കയറ്റി തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുവിധം അവനെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ചേട്ടനെ കാണിച്ചു കൊടുക്കും. അപ്പോഴും ചേട്ടൻ്റെ വെള്ളത്തിൽ കളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൻ അപ്പോഴും ആ ബോട്ട് ഓടിച്ചോടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അവർ ചോദിച്ച സമയം കഴിഞ്ഞു എന്ന് അറിയത്തില്ല. എന്തായാലും അവൻ നന്നായിട്ട് വെള്ളത്തിലുള്ള ബോട്ട് റൈഡ് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനത്തെ റൈഡിലൊക്കെ കയറാനായിട്ട് ഇവിടെ 50 രൂപയാണ് കേട്ടോ, ഓരോ റൈഡിനായിട്ട് 50 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം 2ാമത്തെ റൈഡിലാണ് ഇപ്പം ഞങ്ങൾ കയറുന്നത്. പിന്നെയും കുറേ സംഭവം റൈഡ്സൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിൽക്കുവാണെങ്കിൽ പിള്ളേർ ഇതിലെല്ലാം കയറിയിട്ട് നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ആലപ്പുഴയിലെ വിജയ് പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തേ. അപ്പോൾ ഇവാൻകുട്ടന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും ഇവാൻകുട്ടൻ ഫസ്റ്റിൽ ഇവിടെ കയറുന്നത് ഈ റൈഡിലായിരിക്കുമേ. അപ്പം ഞങ്ങൾ ഇവാൻകുട്ടൻ ഞങ്ങൾ കരയിൽ നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവാൻകുട്ടൻ വെള്ളത്തിൽ കിടന്ന് നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ വേറെ 2 പിള്ളേർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം 3 പേരും കൂടെ വണ്ടി ഇങ്ങനെ ഓടിച്ചോടിച്ച് വന്നപ്പോഴത്തേക്കും ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഒരാളിതിവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ അവിടെ ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു ചെരിഞ്ഞ ഗോപുരം പോലത്തെ ഒരു റൈഡിൽ കൊണ്ട് കയറ്റി ഇരുത്തി കൊടുത്തേ. അതെന്തോ കേടായിട്ടിരിക്കുമായിരുന്നു. ഞാൻ ചുമ്മാ സൈഡിൽ അവനെ അതിലിരുത്തിക്കോട്ടെ ചുമ്മാ ഇങ്ങനെ കറക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എന്തോ ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അതിൽ. അവൻ അറിയുന്നുണ്ടോ ഇതെന്താണെന്ന്. അപ്പോൾ എന്തായാലും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതിരിക്കുക. ഞാൻ ചുമ്മാ പിടിച്ചത് ഇങ്ങനെ കറക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് കേട് വന്നിട്ട് മാറ്റിയിട്ട് ഏതോ ഒരു കുട്ടി റൈഡാണ്. അപ്പോൾ എന്തായാലും ഇഹാന് വേറെ എല്ലാം കണ്ടിട്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അവനെ അതിൽ കയറണം ഇതിൽ കയറണം. അങ്ങനെ പിന്നെ ഒരുവിധം ഞാൻ സമാധാനിപ്പിച്ച് കൊണ്ടുപോയി ആളിനെ കേട്ടോ. ഒരു റൈഡിൽ നിന്നെ കയറ്റി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവസാനം ഞങ്ങൾ കയറിയതാണ് ഈ റൈഡിൽ. അപ്പം ഇത് ലാസ്റ്റാണ്. ഇനി വേറെ ഒന്നിലും ഞാൻ കയറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ കൂടെ അവനെ കയറ്റിയേ. അപ്പോൾ അതേ വേറൊരാളും വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവനും കൊടുത്തു. ഇവന് കൊടുക്കുമ്പോൾ അവനെയും കയറ്റണമല്ലോ. അങ്ങനെ പിന്നെ ഇഹാൻകുട്ടനെ നമ്മൾ പ്ലെയിനിലും കയറ്റി. ഇവാൻകുട്ടന് വേണ്ടിയിട്ട് ഒരു കുതിരയുടെ റൈഡും ഞാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇഹാൻകുട്ടൻ നല്ല ഹാപ്പി ആയിട്ടാണ് റൈഡിലിരിക്കുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇവാൻകുട്ടനെ നമ്മുടെ റൈഡിലേക്ക് മറ്റേ റൈഡിലേക്ക് കയറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവാൻകുട്ടൻ സെലക്ട് ചെയ്ത റൈഡ്. ഇതാകുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അവനെ തുള്ളി നടക്കാമല്ലോ. അങ്ങനെ പിന്നെ അവൻ അത് ഓണാക്കിയപ്പോഴേക്കും പിന്നെ അവൻ്റെ ഒരു സർക്കസ് തന്നെയായിരുന്നു കേട്ടോ. അവൻ്റെ ആ ഒരു കാട്ടായങ്ങളൊക്കെ കണ്ടിട്ട് വേറൊരു ചേട്ടൻ അതൊക്കെ വീഡിയോ എടുത്തോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ അത് കുതിരയെ അതൊരു പ്രത്യേക തരത്തിലേക്കൊക്കെയാണ് അവൻ ഓടിച്ചു മാറ്റിയത്. ആദ്യത്തെ 2 പ്രാവശ്യം മാത്രമാണ് അവൻ അതിലിരിക്കുന്നത് കണ്ടത്. പിന്നെ അവൻ അതിൽ കിടക്കുമായിരുന്നോ നിൽക്കുമായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. അവൻ എന്തൊക്കെയോ പരിപാടി കാണിച്ചാണ് പിന്നെ ആ കുതിരയിൽ കൂടെ വന്നത്. അവന് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു കേട്ടോ. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവനതിലിരിക്കാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ അവർ പെട്ടെന്ന് അടുത്ത ആൾക്കാരെ കയറ്റാനായിട്ട് നിർത്തുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവാൻകുട്ടൻ അതിൽ നിന്ന് മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. അവൻ അത് എന്തൊക്കെയോ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ഇവാൻകുട്ടൻ പ്ലെയിനിലിരുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അങ്ങനെ 2 പേരെയും 2 റൈഡിലാക്കിയിട്ട് ഞാൻ സ്വസ്ഥമായി നിൽക്കുന്ന നിമിഷങ്ങളായിരുന്നു. മാധവേ അതൊന്നും ഞാൻ പറഞ്ഞു ഇവാനെ നീ അവൻ പ്ലെയിനിൽ നിന്ന് ഇറങ്ങണേ നീ കുതിരയിൽ നിന്ന് ഇറങ്ങണം. കുതിര ഓടിക്കൊണ്ടിരിക്കണം അവിടെ. അപ്പോൾ എന്തായാലും നമ്മുടെ
രണ്ടുപേരെയും ഇഷ്ടത്തിന് റൈഡിലെല്ലാം കയറ്റി അവസാനം ഇവാൻകുട്ടൻ വരുന്നതും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഒരു ഒളിച്ച് കളിയാണ് അവിടെ നടത്തി കേട്ടല്ലേ. പിന്നെ ഇനി ഖാൻ അവിടെയും കയറണമെന്ന് പറയും. അപ്പോൾ എന്തായാലും രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ വഴക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. എല്ലാം കഴിഞ്ഞ് ക്ഷീണത്തിന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം പിന്നെ അവിടെ പോയി ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. രണ്ടുപേരും കയറി ഒരു കസേര പോലത്തെ ഒരു ഊഞ്ഞാല് പോലത്തെ അവിടെ മാറി കുറച്ച് നേരം. ഇവാൻകുട്ടൻ്റെ കൈയൊക്കെ എന്തോ പൊട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അതിന് മാത്രം മതിക്കലായിരുന്നു ഇവിടെ മതിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴാണ് ഈ ഒരു വണ്ടറിങ് ഗെയിമിൻ്റെ സ്ഥലത്ത് നമ്മൾ എത്തിയത്. അപ്പം നമ്മൾ അതും കൂടെ അവരെ കയറി കാണിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി ഇവാൻകുട്ടൻ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ചപ്പോൾ വേറൊരുത്തൻ അത് കണ്ട് അവനും അഭ്യാസം കാണിക്കാൻ വേണ്ടി പോയി. അങ്ങനെ രണ്ടുപേരുടെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കടലിലേക്ക് അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അവിടെ കുറേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിള്ളേരെ ഒന്ന് വലിയവരെയാണ് എന്തായാലും അതിൽ പിള്ളേരെ കയറിയില്ല. കുതിരയുടെ പുറത്തൊന്നും ആരും വലിയ ആൾക്കാർ അങ്ങനെ കുറേ നേരം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കടപ്പുറത്ത് കൂടെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ ഞാൻ കാലൊക്കെ നനച്ച് കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് കടൽപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണിക്കാനാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അമ്മമാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അങ്ങോട്ടും ചോദിച്ചത് മമ്മി ഇതെന്താണ് ഇങ്ങനെ ഇരുമ്പ് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നതെന്നാണ്. അത് പാലമാണെന്ന് പോലും അവനും പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആ ചരിത്ര കഥകളൊക്കെ ഇവൻ മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെ പിന്നെ അതിൻ്റെ പുറത്തൊക്കെ കയറി കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പാലത്തെ കയറിയിരിക്കുന്നു, ഇരുമ്പാലത്തെ കയറിയിരിക്കുന്നു, കടൽപ്പാലത്തെ കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതൊന്നും മേളിലോട്ട് പൊക്കിയെടുക്കാനായി അവൻ്റെ ത്വര. അത് കണ്ടപ്പോഴത്തേക്ക് പറ്റേ കൂടെ പോകുന്ന രണ്ടുപേരെയും പാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഗൈസ് ബൈ.